നമസ്കാരം. ചലഞ്ചർ ആപ്പിന്റെ യൂട്യൂബ് ചാനലിൽ എല്ലാവർക്കും സ്വാഗതം. ഡിസംബർ 28 10th പ്രിലിംസിന്റെ സെക്രട്ടേറിയറ്റ് ഒയെ ലാബ് അസിസ്റ്റന്റ്, സ്റ്റോർ കീപ്പർ, അസിസ്റ്റന്റ് ടൈം കീപ്പർ ഉൾപ്പെടെയുള്ള പരീക്ഷകൾക്ക് വേണ്ടി ഈ തസ്തികൾക്ക് വേണ്ടി നടത്തുന്ന 10th പ്രിലിംസിന്റെ പരീക്ഷ ആരംഭിക്കാൻ പോവാണ്. അപ്പോൾ അവസാനവട്ട റിവിഷൻ നടന്ന ഉദ്യോഗാർത്ഥികൾക്കും ഇപ്പോഴും പഠനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കും വേണ്ടിയിട്ട് നിങ്ങൾ നിർബന്ധമായിട്ടും നോക്കേണ്ട അല്ലെങ്കിൽ വായിക്കേണ്ട 50 ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഈ 50 ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സിൽ ഞാൻ സിലബസിന്റെ ഓർഡറിലാണ് പറയുന്നത്. അതായത് സിലബസിൽ നമുക്കറിയാം, പൊതുവിജ്ഞാനം എന്ന് പറയുന്ന ഭാഗത്ത് നമുക്ക് 6 മൊഡ്യൂൾസ് കൊടുത്തിട്ടുണ്ട്. കറണ്ട് അഫയേഴ്സ്, ഭൂമിശാസ്ത്രം, കേരളം, അങ്ങനെ 6 മൊഡ്യൂൾസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നാച്ചുറൽ സയൻസ്, ഫിസിക്കൽ സയൻസ് എന്നിങ്ങനെ മറ്റു സയൻസിലെ പോർഷൻസ് കൊടുത്തിട്ടുണ്ട്. മാത്സ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ മാത്സ് ഞാൻ സ്കിപ്പ് ചെയ്ത് ഈ പറയുന്ന നാച്ചുറൽ സയൻസ്, ഫിസിക്കൽ സയൻസ്, പൊതുവിജ്ഞാനം ഈ ഭാഗത്തിൽ നിന്നുള്ള 50 ടോപ്പിക്സ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഈ 50 ടോപ്പിക്സുമായി ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ നിർബന്ധമായിട്ട് പഠിക്കാൻ വേണ്ടി ശ്രമിക്കാം. LGS, LDC ഉൾപ്പെടെയുള്ള പരീക്ഷകൾക്കും 2021 ശേഷം നടന്ന വിവിധ 10th പ്രിലിംസ് പരീക്ഷകൾക്ക് നിരവധി തവണ, അതായത് ആവർത്തിച്ച് ഓരോ ഘട്ടങ്ങളിലും ചോദിച്ച ചോദ്യങ്ങളുടെ ഒക്കെ അടിസ്ഥാനത്തിൽ നമ്മൾ തയ്യാറാക്കിയിരിക്കുന്ന 50 ടോപ്പിക്സ് ആണ്. ഓക്കെ, ഇതിൽ SCERT ചാപ്റ്റേഴ്സ് ഉണ്ട്. ചിലതിൽ ഞാൻ ടോപ്പിക്സ് പറയുന്നതിന് പകരം SCERT ചാപ്റ്റേഴ്സ് ആയിരിക്കും പറയുന്നത്. അപ്പോൾ ആ SCERT ചാപ്റ്റർ വായിക്കാം. ആ ടോപ്പിക്കിനെ കുറിച്ച് വാരി വലിച്ച് റാങ്ക് ഫയലുകളിലോ വീഡിയോ ക്ലാസ്സുകളോ കണ്ട് പഠിക്കുന്നതിന് പകരം ആ SCERT ചാപ്റ്റർ മാത്രം വായിച്ചാൽ മതിയാവും. ഓക്കെ, ചിലത് ഞാൻ ടോപ്പിക് ആയിരിക്കും പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ആ ടോപ്പിക്ക് വിശദമായിട്ട് പഠിക്കാൻ വേണ്ടി ശ്രമിക്കാം. അപ്പോൾ അതോട് കിടക്കുന്നതിന് മുമ്പ് ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ പ്രസ് ചെയ്തുകൊണ്ട് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യാം. മാത്രമല്ല, എല്ലാ ദിവസവും രാവിലെ 5 മണി തൊട്ട് രാത്രി 9 മണി വരെ ആപ്പിന്റെ ഹോം പേജിലുള്ള ഡെയിലി എക്സാം എന്ന് പറയുന്ന ഭാഗത്ത് 10th പ്രിലിംസിന്റെ മാതൃകാ പരീക്ഷ നടക്കുന്നുണ്ട്. 100 മാർക്കിന്റെ മാതൃകാ പരീക്ഷയാണ്. ആയിരക്കണക്കിന് ഉദ്യോഗാർത്ഥികൾ എഴുതുന്ന പരീക്ഷയാണ്. എല്ലാ ഉദ്യോഗാർത്ഥികളും വന്ന് ഈ പരീക്ഷ എഴുതാൻ വേണ്ടി ശ്രമിക്കാം. PSC പരീക്ഷ എഴുതുന്നതിന് മുമ്പ് ഒരു മിനി PSC പരീക്ഷ എഴുതുന്ന ഫീൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഉദ്യോഗാർത്ഥികളുമായിട്ട് കോമ്പീറ്റ് ചെയ്യാനും നിങ്ങളുടെ നിലവാരം മനസ്സിലാക്കാനും ഇത് സഹായിക്കുന്നതായിരിക്കും. അതോടൊപ്പം തന്നെയാണെങ്കിൽ റിവിഷന്റെ ഭാഗമായിട്ട് ടോപ്പിക് എക്സാം എന്ന് പറഞ്ഞ് എല്ലാ ദിവസവും വൈകിട്ട് 6 മണിക്ക് വിവിധ ടോപ്പിക്കുകളിൽ ടോപ്പിക് എക്സാം നടക്കുന്നുണ്ട്. വരാൻ പോകുന്ന 7 ദിവസത്തേക്കുള്ള ഷെഡ്യൂളും നിങ്ങൾക്ക് അവിടെ ലഭ്യമാകുന്നതായിരിക്കും. എല്ലാ ഉദ്യോഗാർത്ഥികളും ഈ 2 ഫീച്ചേഴ്സ് മാക്സിമം ഉപയോഗപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കാം. അപ്പോൾ നമുക്ക് ടോപ്പിക്കിലൂടെ കിടക്കാം. ആദ്യം നമുക്ക് ആനുകാലിക കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്ന ഭാഗം. പൊതുവിജ്ഞാനത്തിൽ 1ാമത്തെ മൊഡ്യൂളായി കൊടുത്തിരിക്കുന്നത് കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്ന ഭാഗമാണ്. റീസെന്റ് നടന്ന പരീക്ഷയുടെ അടിസ്ഥാനത്തിൽ നിർബന്ധമായിട്ടും നിങ്ങൾ നോക്കിപ്പോകേണ്ട കറണ്ട് അഫയേഴ്സിന്റെ ടോപ്പിക്സ് എന്ന് പറയുന്നത് ഒന്ന്, കേരള മന്ത്രിസഭ. ഇതുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം ഷുവർ ആയിട്ട് ചോദിക്കുന്നതായിരിക്കും. ഫിഷറീസ് വകുപ്പ് മന്ത്രിയൊക്കെ പലതവണ ചോദിച്ചിട്ടുണ്ട്. സിനിമാ മന്ത്രി, ഫിഷറീസ് വകുപ്പ് മന്ത്രി, അങ്ങനെ വനവകുപ്പ് മന്ത്രി, ഒരുപാട് തവണ പല ചോദ്യങ്ങളും വന്നിട്ടുണ്ട്. അപ്പൊ ഇത് നിർബന്ധമായിട്ട് മുഴുവനായിട്ട് പഠിച്ചിട്ട് പോകും. പിന്നെ കേരളം, ഇന്ത്യ, സുപ്രധാന പദവികൾ, സുപ്രധാന നിയമനങ്ങൾ. 2023 അവസാനത്തിലും 24 ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. ലേറ്റസ്റ്റ് ആയിട്ടുള്ള സുപ്രധാന പദവികൾ. ഗവർണർമാരാവട്ടെ, മുഖ്യമന്ത്രിമാരാവട്ടെ, ചീഫ് സെക്രട്ടറി ആവട്ടെ, വിവരാവകാശ കമ്മീഷണർമാരാവട്ടെ, മനുഷ്യാവകാശ കമ്മീഷണർമാരാവട്ടെ, അത്തരത്തിലുള്ള സുപ്രധാന പദവികൾ, സുപ്രധാന നിയമനങ്ങൾ, റീസെന്റ് നടന്നിരിക്കുന്ന സുപ്രധാന നിയമനങ്ങൾ, ഇതെല്ലാം നോക്കിപ്പോകാൻ വേണ്ടി ശ്രമിക്കാം. അവാർഡുകൾ, എല്ലാ തരത്തിലുള്ള അവാർഡുകളും, അത് സാഹിത്യ അവാർഡാവാം, കായിക അവാർഡാവാം, ശാസ്ത്ര സാങ്കേതിക മേഖലയുമായി ബന്ധപ്പെട്ട അവാർഡുകളാവും. അത്തരത്തിൽ 2023-24 കാലഘട്ടത്തിൽ നടന്നിരിക്കുന്ന എല്ലാ അവാർഡുകളും നോക്കി പോകാൻ വേണ്ടി ശ്രമിക്കാം. പിന്നെ കായിക മേഖലയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ 2 വർഷങ്ങൾക്ക് നടന്ന പ്രധാനപ്പെട്ട മത്സരങ്ങൾ, ഒളിമ്പിക്സ് ഉൾപ്പെടെയുള്ള മത്സരങ്ങൾ, അതിന്റെ വേദികൾ, ജേതാക്കൾ, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കായിക മേഖലയുമായി ബന്ധപ്പെട്ട് പഠിക്കാൻ വേണ്ടി ശ്രമിക്കാം. പിന്നെ ISROയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന മിഷൻസ്, ചന്ദ്രയാൻ ഉൾപ്പെടെയുള്ള വിവിധ ISROയുടെ മിഷൻസ്, ആ ഒരു കാര്യങ്ങളും പഠിക്കാൻ വേണ്ടി ശ്രമിക്കാം. പിന്നെ സമ്മിറ്റ്സ് ആൻഡ് വെന്യൂസ്, വിവിധ ഉച്ചകോടികളും അതിന്റെ വേദികളും പഠിക്കാം. പിന്നെ കേന്ദ്ര സർക്കാരും കേരള സർക്കാരും 2023 അവസാനത്തിൽ 2023-ലും 24-ലും പുറപ്പെടുവിച്ചിരിക്കുന്ന അല്ലെങ്കിൽ നടപ്പിലാക്കിയിരിക്കുന്ന വിവിധ പദ്ധതികൾ, സ്കീമുകൾ, ഇതും ഇതിന് ഭാഗമായിട്ട് പഠിക്കേണ്ടതാണ്. പിന്നെ സാഹിത്യ മേഖലയുമായി ബന്ധപ്പെട്ട്, അതായത് സാഹിത്യ മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന അവാർഡുകൾ 2020 ശേഷമുള്ള 21, 22, 23 വർഷങ്ങളിലെ 24 വർഷങ്ങളിലെ അവാർഡുകളും സാഹിത്യ മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന അവാർഡുകളും നോക്കി പോകുന്നത് നല്ലതായിരിക്കും. ഇത്രയും കാര്യങ്ങളാണ് ആനുകാലികം എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് നിർബന്ധമായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കേണ്ട അല്ലെങ്കിൽ വായിച്ചിരിക്കേണ്ട ടോപ്പിക്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ നിന്ന് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. 1 മാർക്ക് വീതം ഡിഫറെന്റ് ടോപ്പിക്സിൽ നിന്ന് വരാൻ സാധ്യതയുണ്ട്. ഇനി അടുത്തത് ഇന്ത്യൻ ഭൂമിശാസ്ത്രം എന്ന് പറയുന്നത്. ഇന്ത്യൻ ഭൂമിശാസ്ത്രത്തിൽ നിങ്ങൾ ടോപ്പിക്കുകൾ വാരി വലിച്ച് പഠിക്കാനുള്ള സമയം ഇനിയില്ല. അപ്പൊ അത്തരത്തിലുള്ള ഉദ്യോഗാർത്ഥികൾ, റിവിഷൻ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളും അതുപോലെ തന്നെ ഇനി കുറഞ്ഞ സമയത്ത് പഠിക്കുന്ന ഉദ്യോഗാർത്ഥികളും ഞാൻ ഈ പറയുന്ന ഇത്രയും SCERT ചാപ്റ്റേഴ്സ് പഠിക്കാൻ വേണ്ടി ശ്രമിക്കാം. ഇതിൽ പഴയ ചാപ്റ്റേഴ്സും പുതിയ ചാപ്റ്റേഴ്സിനും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് നിങ്ങൾ രണ്ടും ആപ്പിൽ ലഭ്യമാണ്. ആപ്പിന്റെ ഹോം പേജിലുള്ള SCERT എന്ന് പറയുന്ന ആപ്പിന്റെ ഹോം പേജിൽ നോക്കിയാൽ മതി. ഇവിടെ SCERT എന്ന് പറയുന്ന ഒരു പോർഷൻ ഉണ്ട്. ആ SCERT എന്ന് പറയുന്ന ആ ഒരു ടാബിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പഴയ ചാപ്റ്റേഴ്സും പുതിയ ചാപ്റ്റേഴ്സും കാണാൻ പറ്റും. അതിന്റെ നോട്ട്സ് ഉണ്ട്, പ്രാക്ടീസ് ചെയ്യാനുള്ള ചോദ്യങ്ങളുണ്ട്, അതിന്റെ ചാപ്റ്റർ PDF ചാപ്റ്ററും ലഭ്യമാണ്. അപ്പോൾ അതെല്ലാം വായിക്കാൻ വേണ്ടി ശ്രമിക്കാം. അപ്പോൾ ഏതൊക്കെയാണ് ചാപ്റ്റേഴ്സ്? ഇന്ത്യൻ ഭൂമിശാസ്ത്രത്തിലെ ചാപ്റ്റേഴ്സ് നോക്കാം. ഒന്ന്, 5ാം ക്ലാസ്സിലെ 11ാമത്തെ ചാപ്റ്റർ നമ്മുടെ ഇന്ത്യ. ഇതിൽ നിന്ന് ചോദ്യം ഉറപ്പാണ്.
7ാം ക്ലാസ്സിലെ 13ാമത്തെ ചാപ്റ്റർ ഇന്ത്യയിലൂടെ എന്ന് പറയുന്നത്, 10ാം ക്ലാസ്സിലെ 7ാമത്തെ ചാപ്റ്റർ വൈവിധ്യങ്ങളുടെ ഇന്ത്യ എന്ന് പറയുന്നത്, 10ാം ക്ലാസ്സിലെ 8ാമത്തെ ചാപ്റ്റർ ഇന്ത്യയുടെ സാമ്പത്തിക ഭൂമിശാസ്ത്രം. ഓക്കെ, ഇത്രയും ചാപ്റ്റേഴ്സ് നിങ്ങൾ അവസാനവട്ട റിവിഷന്റെ ഭാഗമായിട്ട് വായിച്ചു പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വരുന്ന 10th പ്രിലിംസിന്റെ പരീക്ഷയ്ക്ക് ആ ഒരു ഭാഗത്ത് ഭൂമിശാസ്ത്രം എന്ന് പറയുന്ന ഭാഗത്ത് നിന്നുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു 4 ചാപ്റ്റേഴ്സ്, ഓക്കെ, 4 വ്യത്യസ്ത സ്റ്റാൻഡേർഡിൽ നിന്നുള്ള 4 ചാപ്റ്റേഴ്സ്, അതിന്റെ പുതിയതും പഴയതുമായിട്ടുള്ള ചാപ്റ്റേഴ്സ്, 5ാം ക്ലാസ്സിലും 7ാം ക്ലാസ്സിലും പുതിയ ചാപ്റ്റർ ഉണ്ട്, പഴയ ചാപ്റ്റർ ഉണ്ടാവും, രണ്ടും വായിക്കാൻ വേണ്ടി ശ്രമിക്കുക. അതിന്റെ ക്വസ്റ്റ്യൻസും പ്രാക്ടീസ് ചെയ്യാം. ഇനി ഇന്ത്യ ചരിത്രം നോക്കുകയാണെങ്കിൽ ഇവിടെ അത്യാവശ്യം ചാപ്റ്റേഴ്സ് വായിക്കും. ഇവിടെ ഞാൻ SCERT ചാപ്റ്റേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. 7ാം ക്ലാസ്സിലെ 4ാമത്തെ ചാപ്റ്റർ ഇന്ത്യ പുതുയുഗത്തിലേക്ക് എന്ന് പറയുന്ന ഭാഗം, ഓക്കെ, അതിന്റെ ആ ഒരു ചാപ്റ്റർ വായിക്കാൻ വേണ്ടി ശ്രമിക്കാം. 7ാം ക്ലാസ്സിലെ 9ാമത്തെ ചാപ്റ്റർ ഗാന്ധിജിയും സ്വാതന്ത്ര്യ സമരവും, ഉറപ്പായിട്ടും ഒരു ചോദ്യം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്ന ടോപ്പിക്കാണ്, നിർബന്ധമായിട്ട് വായിച്ചിട്ട് പോകണം. 7ാം ക്ലാസ്സിലെ 9ാമത്തെ ചാപ്റ്റർ ഗാന്ധിജിയും സ്വാതന്ത്ര്യ സമരവും. 10ാം ക്ലാസ്സിലെ 4ാമത്തെ ചാപ്റ്റർ, 10ാം ക്ലാസ്സിൽ നമുക്ക് 4 ചാപ്റ്റേഴ്സ് പഠിക്കാനുണ്ട്. 10ാം ക്ലാസ്സിലെ 4ാമത്തെ ചാപ്റ്റർ ബ്രിട്ടീഷ് ചൂഷണവും ചെറുത്തുനിൽപ്പുകളും. 5ാമത്തെ ചാപ്റ്റർ സംസ്കാരവും ദേശീയതയും. 6ാമത്തെ ചാപ്റ്റർ സമരവും സ്വാതന്ത്ര്യവും. 7ാമത്തെ ചാപ്റ്റർ സ്വതന്ത്രാനന്തര ഇന്ത്യ. ഓക്കെ, സ്വതന്ത്രാനന്തര ഇന്ത്യ എന്നൊക്കെ ഈ ഒരു ഭാഗങ്ങളൊക്കെ നമ്മുടെ സിലബസിൽ അതേ രീതിയിൽ തന്നെ കൊടുത്തിരിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഈ ചാപ്റ്റേഴ്സ് വായിച്ചു പോയാൽ തന്നെ അത്യാവശ്യം മാർക്ക് ലഭിക്കാനുള്ള കണ്ടന്റുകൾ നിങ്ങൾക്ക് ലഭിക്കും. വീഡിയോ ക്ലാസ്സുകളോ അല്ലെങ്കിൽ റാങ്ക് ഫെയിലോ വായിക്കാൻ സമയമില്ലെങ്കിൽ വായിക്കേണ്ട. അവസാനവട്ട റിവിഷന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ അവസാനവട്ട പ്രിപ്പറേഷന്റെ ഭാഗമായിട്ട് ഈ പറയുന്ന ചാപ്റ്റേഴ്സ് നിങ്ങൾ വായിച്ചു പോയിക്കോ, തീർച്ചയായിട്ടും നിങ്ങൾക്ക് മാർക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും ചാപ്റ്റേഴ്സാണ് നിങ്ങൾ ഇന്ത്യ ചരിത്രത്തിന്റെ ഭാഗമായിട്ട് സിലബസ് അടിസ്ഥാനത്തിൽ വായിക്കേണ്ടത്. ഓക്കെ, ഇനി അടുത്തത് ഭരണഘടന എന്ന് പറയുന്ന ഭാഗത്ത്. ഓക്കെ, ഭരണഘടന എന്ന് പറയുന്ന ഭാഗത്ത് നമുക്കറിയാം വളരെ കുറഞ്ഞ ടോപ്പിക്സ് മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. പൗരന്റെ അവകാശങ്ങളും കടമകളും എന്ന് പറഞ്ഞിട്ടാണ് ഇത് തുടങ്ങുന്നതിന്. അപ്പോൾ നമുക്ക് 6ാം ക്ലാസ്സിലെ 10ാമത്തെ ചാപ്റ്റർ ജനാധിപത്യവും അവകാശങ്ങളും എന്ന് പറയുന്ന ചാപ്റ്റർ നിങ്ങൾ നിർബന്ധമായിട്ട് വായിച്ചിരിക്കണം. 7ാം ക്ലാസ്സിലെ 10ാമത്തെ ചാപ്റ്റർ നമ്മുടെ ഭരണഘടന എന്ന് പറയുന്ന ചാപ്റ്റർ. 9ാം ക്ലാസ്സിലെ 3ാമത്തെ ചാപ്റ്റർ ഭരണഘടന അവകാശങ്ങളും കർത്തവ്യങ്ങളും എന്ന് പറയുന്നതൊക്കെ ഇത് നിർബന്ധമായിട്ട് വായിച്ചു പോകാൻ വേണ്ടി ശ്രമിക്കാം. പിന്നെ 11ാം ക്ലാസ്സിലെ കോൺസ്റ്റിറ്റ്യൂഷണൽ ഫ്രെയിംവർക്ക് എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്. അത് വായിക്കാൻ സമയം കിട്ടുമെങ്കിൽ വായിച്ചാൽ വളരെ നല്ലതാണ്. പക്ഷെ ഇത് വായിച്ചാൽ അത്യാവശ്യം ബേസിക്സ് നിങ്ങൾക്ക് ക്ലിയർ ആവും. പിന്നെ മനുഷ്യാവകാശ കമ്മീഷൻ, വിവരാവകാശ കമ്മീഷൻ, ദേശീയ പതാക, ഇതുമായി ബന്ധപ്പെട്ടുള്ള ടോപ്പിക്സ്, ഈ 3 ടോപ്പിക്സ് നിങ്ങൾ നിർബന്ധമായിട്ടും മാക്സിമം ലെവൽ ഇൻ ഡെപ്തിൽ തന്നെ പഠിച്ചിട്ട് പോകണം. ആപ്പിനകത്ത് അതിന് നോട്ട്സ് ലഭ്യമാണ്, നല്ല ഡെപ്തിലുള്ള ക്ലാസ്സുകൾ കൊടുത്തിട്ടുണ്ട്, പ്രാക്ടീസ് ചെയ്യുന്ന ചോദ്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. മുൻ വർഷങ്ങളിൽ 10th പ്രിലിംസിൽ നിന്ന് ഈ ഭാഗത്ത് നിന്ന് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ എടുത്ത് തന്നെ ആപ്പിനകത്ത് ഈ ഒരു 10th പ്രിലിംസ് എന്ന് പറഞ്ഞ കോഴ്സിൽ കൊടുത്തിട്ടുണ്ട്. വിവരാവകാശം മനുഷ്യാവകാശം ചോദിക്കാത്ത ഒരു 10th പ്രിലിംസിന്റെ പരീക്ഷ പോലും ഇതുവരെ കടന്നു പോയിട്ടില്ല. അതുകൊണ്ട് വിവരാവകാശം മനുഷ്യാവകാശം ദേശീയ പതാക, ഈ 3 ടോപ്പിക്സ് നിങ്ങൾ ഇൻ ഡെപ്തിൽ കഴിഞ്ഞ വർഷങ്ങൾ ചോദിച്ച ചോദ്യങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നോക്കിക്കൊണ്ട് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഉറപ്പായിട്ട് നിങ്ങൾ ആ ഒരു ടോപ്പിക്സ് പഠിക്കുകയാണെങ്കിൽ അവിടെ തന്നെ 3 മാർക്സ് കിട്ടും. ഓക്കെ, പിന്നെ ഈ പറയുന്ന ഇത്രയും ചാപ്റ്റേഴ്സും വായിക്കാൻ വേണ്ടി ശ്രമിക്കുക. അങ്ങനെയെങ്കിൽ ഭരണഘടന എന്ന് പറയുന്ന ഭാഗത്ത് നിന്നുള്ള മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി അടുത്തത് കേരള ഭൂമിശാസ്ത്രം എന്ന് പറയുന്ന ഭാഗം. കേരള ഭൂമിശാസ്ത്രത്തിൽ 3 ചാപ്റ്റേഴ്സാണ് നിങ്ങൾ വായിക്കേണ്ടത് SCERT-ൽ. ഒന്ന് 5ാം ക്ലാസ്സിലെ 10ാമത്തെ ചാപ്റ്റർ കേരളക്കരയിൽ എന്ന് പറയുന്ന ചാപ്റ്റർ. 6ാം ക്ലാസ്സിലെ 3ാമത്തെ ചാപ്റ്റർ കേരളം മണ്ണും മഴയും മനുഷ്യരും എന്ന് പറയുന്ന ചാപ്റ്റർ. 9ാം ക്ലാസ്സിലെ 3ാമത്തെ ചാപ്റ്റർ വൈദ്യുത പദ്ധതികൾ. ഓക്കെ, വൈദ്യുത പദ്ധതികൾ. ഈ 3 ചാപ്റ്റേഴ്സ് വായിക്കും. ഇതിന് പുറമെ നദികളും കായലുകളും എന്ന് പറയുന്ന ടോപ്പിക്സ് ഒക്കെ സ്ഥിരമായിട്ട് ചോദ്യങ്ങൾ വരുന്ന ഒരു ടോപ്പിക്കാണ്, നദികളും കായലുകളും. അതുപോലെ തന്നെ വന്യജീവി സങ്കേതങ്ങളും ദേശീയോദ്യാനങ്ങളും ഈ ഭാഗത്ത് നിന്നും സ്ഥിരമായിട്ട് നമുക്ക് ചോദ്യങ്ങൾ വരാറുണ്ട്. അതുകൊണ്ട് ഈ 2 ടോപ്പിക്സ്, വന്യജീവി സങ്കേതങ്ങളും ദേശീയോദ്യാനങ്ങളും നദികളും കായലുകളും, അത് ഈ SCERT ചാപ്റ്റേഴ്സിന് അപ്പുറത്തേക്ക് വീഡിയോ ക്ലാസ്സുകൾ കണ്ടിട്ടും ആപ്പിനകത്തുള്ള നോട്ട്സുകൾ വായിച്ച് നിങ്ങൾ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. PYQs, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ ആ ഒരു ടോപ്പിക്കിൽ തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ ഓരോ ടോപ്പിക്കിന്റെ മുകളിലുള്ള സ്റ്റാർട്ട് പ്രാക്ടീസ് എന്ന് പറയുന്ന ഓപ്ഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഓക്കെ, മുൻവർഷ പേപ്പറിൽ ചോദ്യങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് അത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് അതെല്ലാം കവർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയും SCERT ചാപ്റ്റേഴ്സും ഈ പറയുന്ന 2 ടോപ്പിക്സും അഡീഷണൽ നിങ്ങൾ പഠിച്ചു പോകുകയാണെങ്കിൽ കേരള ഭൂമിശാസ്ത്രം എന്ന് പറയുന്ന ഭാഗത്തിൽ നിന്നുള്ള അവസാനവട്ട പ്രിപ്പറേഷൻ നിങ്ങൾക്ക് ധാരാളം അത്യാവശ്യം നല്ല രീതിയിൽ സാറ്റിസ്ഫൈ ആയിട്ട് പോകാൻ പറ്റും. ഓക്കെ, ഇതാണ് കേരള ഭൂമിശാസ്ത്രം. ഓക്കെ, ഇനി അടുത്തത് നാച്ചുറൽ സയൻസ്. സയൻസോട് അടുക്കുകയാണെങ്കിൽ നാച്ചുറൽ സയൻസിൽ ഫിസിക്കൽ സയൻസിൽ അത്യാവശ്യം നല്ല രീതിയിൽ പഠിക്കാനുണ്ട്. ഓക്കെ, നാച്ചുറൽ സയൻസ് എന്ന് പറയുമ്പോൾ 5ാം ക്ലാസ്സിലെ 1ാമത്തെ ചാപ്റ്റർ സസ്യലോകത്തെ അടുത്തറിയാം എന്ന് പറയുന്ന ചാപ്റ്റർ, ഇത് വായിക്കാം. 5ാം ക്ലാസ്സിൽ തന്നെ 8ാമത്തെ ചാപ്റ്റർ അകറ്റി നിർത്താം രോഗങ്ങളെ. ഉറപ്പായിട്ടും ഒരു ചോദ്യം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഈ ചാപ്റ്റർ വായിച്ചോളൂ, വേർത്ത് ആയിരിക്കും, ഒരു ചോദ്യം പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, ഇതിന്റെ പുതിയ ചാപ്റ്ററും കൂടെ ഒക്കെ, ഇത് പഴയ ചാപ്റ്ററാണ്, പുതിയ ചാപ്റ്റർ വായിച്ചാലും മതി. ആപ്പിനകത്ത് SCERT എന്ന് പറയുന്ന ഭാഗത്ത് നിങ്ങൾക്ക് മുകളിൽ തന്നെ ന്യൂ എന്ന് പറഞ്ഞിട്ട് പുതിയ ചാപ്റ്റേഴ്സ് കാണാൻ പറ്റും. പഴയ ചാപ്റ്റർ താഴെയും കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വായിക്കാം. പുതിയ ചാപ്റ്ററും പഴയ ചാപ്റ്ററും കൂടെ വായിച്ചാൽ വളരെ നല്ലത്. അതെല്ലാം അകറ്റി നിർത്താം രോഗങ്ങൾ എന്ന് പറയുന്നത് ഈ ചാപ്റ്റർ വായിച്ചു പോവുകയാണെങ്കിലും ഓക്കെയാണ്. ഓക്കെ, ഇനി 6ാം ക്ലാസ്സിൽ 5ാമത്തെ ചാപ്റ്റർ ആഹാരം ആരോഗ്യത്തിന്.
ഐതിഹ്യം, പിന്നെ 6ാം ക്ലാസ്സിലെ 6ാമത്തെ ചാപ്റ്റർ ഒന്നിച്ചു നിലനിൽക്കാം. ഓക്കെ, ഈ 2 ചാപ്റ്റേഴ്സും 6ാം ക്ലാസ്സിൽ നിന്ന് വായിക്കാൻ വേണ്ടി ശ്രമിക്കാം. 7ാം ക്ലാസ്സിലെ 1ാമത്തെ ചാപ്റ്റർ മണ്ണിൽ പൊന്നു വിളയിക്കാം. 7ാം ക്ലാസ്സിലെ 4ാമത്തെ ചാപ്റ്റർ അന്നപഥത്തിലൂടെ. തീർന്നില്ല. 8ാം ക്ലാസ്സിലെ 13ാമത്തെ ചാപ്റ്റർ വൈവിധ്യം നിലനിൽപ്പിന് ആഹാരം അന്നപഥത്തിൽ. 9ാം ക്ലാസ്സിലെ 2ാമത്തെ ചാപ്റ്റർ ആഹാരം അന്നപഥത്തിൽ. 10ാം ക്ലാസ്സിലെ 1ാമത്തെ ചാപ്റ്റർ അറിയാനും പ്രതികരിക്കാനും. ചോദ്യം ഉറപ്പാണ്, വായിച്ചോ. അറിവിന്റെ വാതായനങ്ങൾ. ഓക്കെ, 2ാമത്തെ ചാപ്റ്റർ. 3ാമത്തെ ചാപ്റ്റർ സമസ്തിക്കായിട്ടുള്ള രാസസന്ദേശങ്ങൾ. ഈ 10ാം ക്ലാസ്സിലെ 3 ചാപ്റ്ററിൽ നിന്നും സ്ഥിരമായിട്ട് ചോദ്യങ്ങൾ വരുന്ന ഒരു ചാപ്റ്റേഴ്സ് ആണ്. ഈ 3 ചാപ്റ്റേഴ്സും ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. അതുപോലെ തന്നെയാണെങ്കിൽ അകറ്റി നിർത്താം രോഗങ്ങൾ എന്ന് പറയുന്ന ഈ ഭാഗത്തിൽ നിന്നും, ആഹാരം ആരോഗ്യത്തിൽ എന്ന് പറയുന്ന ഈ ഭാഗത്തിൽ നിന്നും സ്ഥിരമായിട്ട് ചോദ്യങ്ങൾ വരാറുണ്ട്. അപ്പോൾ ഇത്രയും ചാപ്റ്റേഴ്സ് നാച്ചുറൽ സയൻസിൽ നമ്മൾ 1, 2, 3, 4, 5, 6 അതുപോലെ തന്നെ 7, 8, 9, 10, 11 ചാപ്റ്റേഴ്സാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ അത്രയും ടോപ്പിക്സിന് ഇൻഡെപ്തിൽ പഠിക്കുന്നതിന് പകരം ഈ 11 ചാപ്റ്റേഴ്സ് നിങ്ങൾ വായിച്ചു പോവുകയാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ സിലബസ് കവർ ചെയ്യാൻ നിങ്ങൾക്ക് പ്രിലിംസ് ക്ലിയർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ആ സ്കോർ ലഭിക്കാൻ സാധിക്കും. നാച്ചുറൽ സയൻസിൽ ഭൂരിഭാഗം ചോദ്യങ്ങൾ വരുന്നത് ഈ ഭാഗത്ത് നിന്നാണ്. അതുകൊണ്ട് ഇത് സ്കിപ്പ് ചെയ്യാതെ പഠിക്കാം. ഇനി ഫിസിക്കൽ സയൻസ്. ഓക്കെ, ഫിസിക്കൽ സയൻസ് നമുക്കറിയാം, ഫിസിക്സും ഉണ്ട്, കെമിസ്ട്രി ഉണ്ട്. അപ്പോൾ ആദ്യം ഫിസിക്സ് നോക്കുകയാണെങ്കിൽ 5ാം ക്ലാസ്സിലെ 9ാമത്തെ ചാപ്റ്റർ ബഹിരാകാശം വിസ്മയങ്ങളുടെ ലോകം എന്ന് പറയുന്നത്. ഓക്കെ, സൗരയൂഥങ്ങളും അവയുടെ സവിശേഷതകളും എന്ന് പറഞ്ഞാൽ നമ്മുടെ സിലബസിൽ ഒരു ടോപ്പിക് കൊടുത്തിട്ടുണ്ട്. ആ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ടിരിക്കുന്ന മുഴുവൻ ചോദ്യങ്ങൾ വരുന്നത് സ്ഥിരമായിട്ട് വരുന്നത് ഈ ബഹിരാകാശം വിസ്മയങ്ങളുടെ ലോകം എന്ന് പറയുന്ന ഈ ചാപ്റ്ററിൽ നിന്നാണ്. ഈ ചാപ്റ്റർ നിങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ ആ സൗരയൂഥങ്ങളും സവിശേഷതകളും എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്കിൽ നിന്നുള്ള സിലബസിലെ ആ ഒരു ടോപ്പിക്കിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഇത് വായിച്ചിട്ട് പൊക്കോളും. 7ാം ക്ലാസ്സിലെ 9ാമത്തെ ചാപ്റ്റർ താപം ഒഴുകുന്ന വഴികൾ. ഇതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ്. ദ്രവബലങ്ങൾ 9ാം ക്ലാസ്സിലെ 1ാമത്തെ ചാപ്റ്റർ. ഓക്കെ, 9ാം ക്ലാസ്സിലെ 4ാമത്തെ ചാപ്റ്റർ ഗുരുത്വാകർഷണം. ഓക്കെ, പിന്നെ പ്രവൃത്തി, ഊർജ്ജം, പവർ. 10ാം ക്ലാസ്സിലെ പ്രകാശത്തിന്റെ പ്രതിപതനം. അതുപോലെ തന്നെ ആണെങ്കിൽ 10ാം ക്ലാസ്സിലെ 5ാമത്തെ ചാപ്റ്റർ പ്രകാശത്തിന്റെ അപവർത്തനം. പിന്നെ 10ാം ക്ലാസ്സിലെ 7ാമത്തെ ചാപ്റ്റർ ഊർജ്ജ പരിപാലനം. ഇതൊക്കെ സിലബസ് അടിസ്ഥാനത്തിലുള്ള ചാപ്റ്റേഴ്സ് ആണ്. ഇതിലൊന്നും സ്കിപ്പ് ചെയ്യാനില്ല. സിലബസിലെ ഓരോ ടോപ്പിക്, താപം, ഓക്കെ, അതുപോലെ തന്നെ ആണെങ്കിൽ ഗുരുത്വാകർഷണം, പ്രകാശം, ഓക്കെ, ഊർജ്ജം, അങ്ങനെ ഓരോ ടോപ്പിക്കുമായി ബന്ധപ്പെട്ടുള്ള SCERT ചാപ്റ്റേഴ്സ് ആണത്. ഈ ചാപ്റ്റേഴ്സ് വായിച്ചാൽ തന്നെ ആ സിലബസ് കവർ ചെയ്യുന്നതിന് തുല്യമാണ്. അതുകൊണ്ട് ഈ പറയുന്ന ചാപ്റ്റേഴ്സ്, അതായത് 1, 2, 3, 4, 5, 6, 7, 8 ചാപ്റ്റേഴ്സ് നിങ്ങൾ വായിച്ചു പോയി കഴിഞ്ഞാൽ ഫിസിക്കൽ സയൻസിലെ ഫിസിക്സ് എന്ന് പറയുന്ന ഭാഗത്തിൽ നിന്നുള്ള അത്യാവശ്യം മാർക്സ് എല്ലാം നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. പ്രിലിംസ് ക്ലിയർ ചെയ്യുന്നത് അത് നിങ്ങളെ സഹായിക്കും. ഇനി കെമിസ്ട്രിയിലോട്ട് വരികയാണെങ്കിൽ കെമിസ്ട്രിയിൽ 7ാം ക്ലാസ്സിലെ സുരക്ഷിത ഭക്ഷണം എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ട്. ആ ചാപ്റ്റർ വായിക്കാൻ വേണ്ടി ശ്രമിക്കുക. ചാപ്റ്റർ നമ്പർ ഞാൻ ഇവിടെ കൊടുത്തിട്ടില്ല. സുരക്ഷിത ഭക്ഷണം എന്നുള്ള ചാപ്റ്റർ വായിക്കാം. 8ാം ക്ലാസ്സിലെ 7ാമത്തെ ചാപ്റ്റർ ലോഹങ്ങൾ എന്ന് പറയുന്ന ചാപ്റ്റർ. 9ാം ക്ലാസ്സിലെ 1ാമത്തെ ചാപ്റ്റർ പുതിയ ചാപ്റ്ററാണ്, ആറ്റത്തിന്റെ ഘടന. പഴയ ചാപ്റ്ററിലും പഴയ ബുക്കിലും ആറ്റത്തിന്റെ ഘടനയുണ്ട്, പുതിയ ബുക്കിലും ആറ്റത്തിന്റെ ഘടനയുണ്ട്. ഉറപ്പാണ്, 100% ഉറപ്പാണ്. ഈ ചാപ്റ്റർ വായിച്ചിട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് 1 മാർക്ക് മിനിമം നിങ്ങൾക്ക് കിട്ടും. എത്ര ഘട്ട പരീക്ഷ നിങ്ങൾ 10th പ്രിലിംസ് 3ഓ 4ഓ ഘട്ടമായിട്ട് നടന്നാലും എല്ലാ ഘട്ടത്തിലും ഉറപ്പായിട്ട് നിങ്ങൾക്ക് കെമിസ്ട്രി പ്രതീക്ഷിക്കാവുന്നതാണ് ആറ്റത്തിന്റെ ഘടന എന്ന് പറയുന്ന ഈ ചാപ്റ്ററിൽ നിന്നുള്ള ഒരു ചോദ്യം. അതുകൊണ്ട് ആ ചാപ്റ്റർ വളരെ ആഴത്തിൽ സമയമെടുത്ത് നല്ല രീതിയിൽ പഠിച്ചു പോകാൻ വേണ്ടി ശ്രമിക്കാം. അതുപോലെ തന്നെ ആണെങ്കിൽ മറ്റൊന്നാണ് പീരിയോഡിക് ടേബിൾ. അതും പുതിയ ചാപ്റ്റർ ഉണ്ട്, പഴയ ചാപ്റ്റർ ഉണ്ട്. ഏത് വായിച്ചാലും ഓക്കെയാണ്. പീരിയോഡിക് ടേബിൾ എന്ന് പറയുന്ന ഈ ചാപ്റ്റർ വായിക്കാൻ വേണ്ടി ശ്രമിക്കാം. അലോഹങ്ങൾ എന്ന് പറയുന്ന മറ്റൊരു ചാപ്റ്റർ. ഓക്കെ, ഇതെല്ലാം 9ാം ക്ലാസ്സിലാണ്. ഈ 3 ചാപ്റ്റേഴ്സ്. ഓക്കെ, 9ാം ക്ലാസ്സിൽ ഈ 3 ചാപ്റ്റേഴ്സ് വായിച്ചോളും, ഉറപ്പായിട്ടും ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതുപോലെ തന്നെ ആണെങ്കിൽ 10ാം ക്ലാസ്സിലെ പീരിയോഡിക് ടേബിളും ഇലക്ട്രോൺ വിന്യാസവും അഡ്വാൻസ് ലെവലാണ്. 10ാം ക്ലാസ്സിലെ 2ാമത്തെ ചാപ്റ്റർ വാതക നിയമങ്ങളും മോൾ സങ്കല്പനവും. 10ാം ക്ലാസ്സിലെ 4ാമത്തെ ചാപ്റ്റർ ലോഹ നിർമ്മാണം. ഇത്രയും ചാപ്റ്റേഴ്സ് ആണ് നിങ്ങൾ കെമിസ്ട്രിയുടെ ഭാഗമായിട്ട് പഠിക്കേണ്ടത്. അപ്പോൾ ഫിസിക്കൽ സയൻസിൽ നിന്ന് മാത്രം നമുക്ക് ഫിസിക്സിന് വേറെയും കെമിസ്ട്രിക്ക് വേറെ ആയിക്കൊണ്ട് തന്നെ നിങ്ങൾ നോക്കണം. ആ രീതിയിൽ വായിക്കുകയാണെങ്കിൽ ആ ഫിസിക്കൽ സയൻസിന്റെ ഭാഗമായി കൊടുത്തിരിക്കുന്ന 12 ടോപ്പിക്സ് സിലബസ് നമുക്ക് എനിക്ക് തോന്നുന്നു 12 ടോപ്പിക്സ് എന്ന് തോന്നുന്നു. ആ 12 ടോപ്പിക്സ് നിങ്ങൾ കവർ ചെയ്യുന്നതിന് തുല്യമാണ് ഇത്രയും ചാപ്റ്റേഴ്സ് നിങ്ങൾ വായിക്കുന്നത്. അപ്പോൾ ഇനിയും പഠനം ആരംഭിക്കാത്ത ഉദ്യോഗാർത്ഥികൾ, അല്ലെങ്കിൽ പഠനം ജസ്റ്റ് ആരംഭിച്ച ഉദ്യോഗാർത്ഥികൾ, അല്ലെങ്കിൽ പഠിച്ച് റിവിഷൻ ചെയ്തുകൊണ്ടിരുന്ന ഉദ്യോഗാർത്ഥികൾ, നിങ്ങൾ ഈ ഒരു വിഭാഗത്തിൽ ഏത് കൂട്ടത്തിൽപ്പെട്ട ആളുകളാണെങ്കിലും ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഓരോ ടോപ്പിക് അല്ലെങ്കിൽ ഓരോ സബ്ജക്റ്റ് അടിസ്ഥാനത്തിൽ ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ ചാപ്റ്റേഴ്സ് നിങ്ങൾ റിവിഷന്റെ ഭാഗമായിട്ട് വായിച്ചു പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും 10th പ്രിലിംസിന്റെ പരീക്ഷകൾക്ക് നിങ്ങൾക്ക് അത് ഉപകാരപ്പെടും. എല്ലാ ഉദ്യോഗാർത്ഥികളും ഇത് എഴുതിയെടുത്ത് പഠിക്കാൻ വേണ്ടി ശ്രമിക്കാം. ഈ ഒരു ലിസ്റ്റ് ഞാൻ നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. വായിക്കാൻ വേണ്ടി ആപ്പിന്റെ ഹോം പേജിലുള്ള SCERT എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഈ ചാപ്റ്റേഴ്സ് എല്ലാം അവിടെ അതിന്റെ PDF-ഉം നോട്ട്സും ക്വിസും കൊടുത്തിട്ടുണ്ട്. അങ്ങനെ വായിക്കാൻ വേണ്ടി ശ്രമിക്കുക. എല്ലാവരും നല്ല രീതിയിൽ പഠിക്കുന്നു വിചാരിക്കുന്നു. എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു.